നമ്മളിന്ന് ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷനും കാണാൻ പോകുന്നത്. ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തമ്മിൽ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഡെൽറ്റ എച്ച് മിക്സ് 0 ഡെൽറ്റ വി മിക്സ് 0 അതിൻ്റെ വേപ്പർ പ്രഷർ നമ്മുടെ റൗൾസ് ലോ അനുസരിച്ച് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെയായിരിക്കും. അതായത് ഇപ്പോൾ ബെൻസീനും ടൊളുവീനും അത് ഒരേ ക്യാരക്ടറുള്ള കോമ്പൗണ്ട്, രണ്ടും ഓർഗാനിക് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈഥൈൽ ബ്രോമൈഡ്, ഈഥൈൽ അയഡൈഡ്, ക്ലോറോബെൻസീന്, ബ്രോമോബെൻസീന്, എൻഹെക്സീന്, ഹെൻഹെപ്റ്റീന്, നൈട്രജൻ പെറോക്സൈഡ്, മെഥനോൾ. നൈട്രജൻ പെറോക്സൈഡ് എന്ന് NO2 മെഥനോളും. ഇത്രയും മിക്സറുകൾ ഐഡിയൽ സൊല്യൂഷനാണ്. അതായത് നൈട്രജൻ പെറോക്സൈഡിൻ്റെയും മെഥനോളും കൂടെ മിക്സ് ചെയ്താൽ നമുക്ക് ഐഡിയൽ സൊല്യൂഷൻ കിട്ടും. അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റൗൾസ് ലോ അനുസരിച്ചുള്ള വേപ്പർ പ്രഷർ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമുക്ക് നോൺ ഐഡിയൽ സൊല്യൂഷൻ നോക്കാം. നോൺ ഐഡിയൽ സൊല്യൂഷനിൽ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരുണ്ട്, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരുമുണ്ട്. നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരാണ് നമ്മുടെ വാട്ടറും HCl-ഉം. അപ്പോൾ നമ്മളിത് എങ്ങനെ ഓർത്തിരിക്കാമെന്ന് ചോദിച്ചാൽ, വാട്ടറും HCl-ൂടെ മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ടത് മിക്സാകും. നന്നായിട്ട് ഓരോ വാട്ടർ മോളിക്കൂളും ഓരോ HCl-ഉം തമ്മിൽ നന്നായിട്ട് അട്രാക്റ്റ് ചെയ്ത് ഇരിക്കും. അതായത് ഇപ്പം നമുക്ക് ഇവിടെ ഈ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതിനകത്ത് ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? A എന്ന് പറഞ്ഞ മോളിക്കൂളും B എന്ന് പറഞ്ഞ മോളിക്കൂളും ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്തു. A എന്ന് പറഞ്ഞ സൊല്യൂഷനും B എന്ന് പറഞ്ഞ സൊല്യൂഷനൂടെ മിക്സ് ചെയ്തു. അന്നേരം അവിടെ AA ഇൻട്രാക്ഷനേക്കാൾ കൂടുതലായിരിക്കും AB ഇൻട്രാക്ഷൻ, BB ഇൻട്രാക്ഷനേക്കാൾ കൂടുതലായിരിക്കും AB ഇൻട്രാക്ഷൻ. എന്ന് പറഞ്ഞാൽ ഇവിടെ HCl മോളിക്യൂൾസ് തമ്മിൽ അങ്ങോട്ടുള്ള ഇൻട്രാക്ഷനേക്കാളും വളരെ കൂടുതലായിരിക്കും HCl വാട്ടറും തമ്മിലുള്ളത്. അപ്പോൾ HCl വാട്ടറൂടെ നന്നായിട്ട് അടുത്ത് വന്ന് നന്നായിട്ടിങ്ങനെ അടുത്ത് വരും, വാട്ടറും HCl-ഉം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. അന്നേരം എന്നാ ചെയ്യും? അങ്ങനെ അടുത്ത് നന്നായിട്ട് അട്രാക്റ്റഡായിട്ട് നല്ല രീതിയിൽ അട്രാക്റ്റഡായിട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ വോളിയം കുറയും. അപ്പം നമ്മൾ 2 ലിറ്റർ വെള്ളവും 2 ലിറ്റർ HCl-കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും 4 ലിറ്റർ സാധനം ഉണ്ടെന്ന്. പക്ഷേ കാണുകയില്ല. വെള്ളത്തിൻ്റെ HCl-ൻ്റെയും കൂടെ ആകെ വോളിയം 4 ആണെങ്കിലും മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തെ വോളിയം കുറവായിരിക്കും, വോളിയം കുറയും. അതുപോലെ തന്നെ ഡെൽറ്റ എച്ച് മിക്സ്, അതായത് എൻതാൽപ്പി കാണും അവിടെ. എൻതാൽപ്പി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അതായത് ഹീറ്റ് റിലീസ് ചെയ്യും വാട്ടർ HCl-ലൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. ഇനി ഇവർ തമ്മിൽ അട്രാക്ഷൻ ആയതുകൊണ്ടല്ലേ ഇങ്ങനെയായി സംഭവിച്ചത്. ഇവിടെ ലെസ് എസ്കേപ്പിംഗ് ടെൻഡൻസിയാണ് വാട്ടർ HCl-ലൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. കാരണം വാട്ടർ HCl നന്നായിട്ട് അട്രാക്റ്റഡാണ്. അപ്പം നമ്മുടെ റൗൾസ് ലോ അനുസരിച്ച് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രഷർ കുറവായിരിക്കും. അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ PA = P0A × XA എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പം ആ എക്സ്പെക്റ്റ് ചെയ്യുന്ന P0A × XA എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രഷറിനേക്കാളും കുറവായിരിക്കും നമ്മുടെ വേപ്പർ പ്രഷർ. ചുരുക്കി പറഞ്ഞാൽ വാട്ടർ HCl-ലൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വേപ്പർ പ്രഷർ കുറയും, വോളിയം കുറയും, ഡെൽറ്റ എച്ച് മിക്സ് നെഗറ്റീവ് ആകും എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിലീസും ചെയ്യും. അങ്ങനെ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന രണ്ട് തമ്മിൽ ഇപ്പോൾ വാട്ടർ HCl തമ്മിൽ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന പുതിയ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കുറവായിരിക്കും, അല്ലേ? നെഗറ്റീവ് ഡീവിയേഷൻ ആണല്ലോ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വേപ്പർ പ്രഷറിനേക്കാളും കുറവായിരിക്കും. അങ്ങനെ വേപ്പർ പ്രഷർ കുറഞ്ഞ് എന്ത് സംഭവിക്കും? അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് കൂടും. അതായത് എന്നാണെന്നറിയാമോ? വേപ്പർ പ്രഷർ കുറവാണ്. വേപ്പർ പ്രഷർ കൂടി നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന അനുസരിച്ച് കൂടുമല്ലോ. അങ്ങനെ കൂടി അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് ഈക്വൽ ആവുമ്പോഴാണ് ബോയിലിംഗ് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. അങ്ങനെ ബോയിൽ നടക്കണമെങ്കിൽ അത്രയും ടെമ്പറേച്ചർ കൊടുക്കണം. കാരണം വേപ്പർ പ്രഷർ തീരെ കുറവാണ്. ഇപ്പോൾ 1 അറ്റ്മോസ്ഫിയർ ആണെന്നിരിക്കട്ടെ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അന്നേരം 180 ആണ്. അന്നേരം നമ്മുടെ ഇപ്പോൾ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ 0.5 ATM ആണ്. അപ്പോൾ 0.5 ATM വേപ്പർ പ്രഷർ ഉള്ളതിലേക്ക് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് 0.1 വേപ്പർ പ്രഷർ ആകുന്നവരെ ഹീറ്റ് ചെയ്യുന്നു. അന്നേരത്തേക്ക് അത് ബോയിൽ ചെയ്യാൻ തുടങ്ങുന്നു. അതേസമയം വേപ്പർ പ്രഷർ ഇപ്പം 0.2 ആണെന്നിരിക്കട്ടെ. അപ്പം അവിടം തൊട്ട് ആ വേപ്പർ പ്രഷർ 0.2-ൽ നിന്ന് 1 ആകുന്നിടം വരെ നമ്മൾ ഹീറ്റ് ചെയ്യണം. അപ്പോൾ അത്ര ഹീറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ടെമ്പറേച്ചർ കൊടുക്കണം എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ കുറയുമ്പം, അതായത് 0.2 ആയിട്ട് ഇപ്പോൾ കുറഞ്ഞെങ്കിൽ അവിടെ കൂടുതൽ ടെമ്പറേച്ചർ കൊടുത്തെങ്കിൽ മാത്രമേ അത് ബോയിൽ ചെയ്യത്തുള്ളൂ.
കാരണം കൂടുതൽ ടെമ്പറേച്ചർ കൊടുത്താലേ അതിൻ്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറായ 1 atm ഒപ്പമാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബോയിലിംഗ് പോയിൻറ്റ് കൂടുന്നത് കൊണ്ട് നമ്മൾ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസിനെ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്നാണ് പറയുന്നത്. കാരണം വേപ്പർ പ്രഷർ കുറഞ്ഞത് കൊണ്ട് ബോയിലിംഗ് പോയിൻറ്റ് കൂടി. വേപ്പർ പ്രഷർ കുറയുക എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ കുറഞ്ഞ് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ചൂടാക്കി ഇങ്ങനെ ബോയിൽ ചെയ്യാൻ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആ വേപ്പർ പ്രഷർ കൂടി 1 atmosphere ആകുന്നിടം വരെ നമ്മൾ ചൂടാക്കണം. അതുകൊണ്ടാണ് ബോയിലിംഗ് പോയിൻറ്റ് കൂടുന്നത്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ ലെസ് ടെൻഡൻസി ഫോർ ദ മോളിക്യൂൾസ് ടു എസ്കേപ്പ്. കാരണം വാട്ടർ HCl നന്നായിട്ട് അട്രാക്റ്റഡ് ആയിട്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ വാട്ടറിൻ്റെ HNO3 സൊല്യൂഷൻ ആണെങ്കിലും അത് നന്നായിട്ട് അട്രാക്റ്റഡാണ്. അതുപോലെ അടുത്തൊരു എക്സാമ്പിളാണ് ക്ലോറോഫോമും അസറ്റോണും. അതും നന്നായിട്ട് അട്രാക്റ്റഡ് ആയിട്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രോങ് ഫോഴ്സസ് ആർ ഓപ്പറേറ്റിംഗ് ഇൻ സൊല്യൂഷൻ ബിറ്റ്വീൻ ദ 2 പെയർ ലിക്വിഡ്സ്, അതായത് 2 പ്യുവർ ലിക്വിഡ്സ്. അതായത് നല്ല സ്ട്രോങ് ഫോഴ്സ് ഉണ്ട് HCl വാട്ടർ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പം ടോട്ടൽ വേപ്പർ പ്രഷർ കുറവായിരിക്കും. അതുകൊണ്ട് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറയും. ഇനി നമ്മൾ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരെ കാണാൻ പോവാം. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പി എന്ന് പറഞ്ഞാൽ P0A × XA അല്ലേ. അപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ് P0A × XA എന്ന് പറഞ്ഞ വേപ്പർ പ്രഷർ. പക്ഷേ മിക്സ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഒറിജിനൽ പ്രഷർ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും. അതിനെയാണ് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഈഥൈൽ ആൽക്കഹോളും വാട്ടറൂടെ മിക്സ് ചെയ്യുക. അന്നേരം അവിടെ ഈഥൈൽ ആൽക്കഹോളും വാട്ടറും തമ്മിൽ വലിയ ഇൻട്രാക്ഷൻ ഒന്നുമില്ല. അതായത് ഇൻട്രാക്ഷൻ ഉണ്ട്, ഇല്ല എന്നല്ല, ഡിസോൾവ് ഒക്കെ ആകുന്നുണ്ട്, ഇമ്മിസിബിൾ ആണെന്നല്ല അർത്ഥം. വാട്ടർ മോളിക്യൂൾസും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് ഈഥൈൽ ആൽക്കഹോളും വാട്ടറും തമ്മിലുള്ള ഇൻട്രാക്ഷനേക്കാൾ കൂടുതൽ. അതുപോലെ തന്നെ ഈഥൈൽ ആൽക്കഹോൾ മോളിക്യൂളും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് ഈഥൈൽ ആൽക്കഹോളും വാട്ടറും തമ്മിലുള്ള മോളിക്യൂൾസിൻ്റെ ആ ഒരു ഫോഴ്സിനേക്കാളും കൂടുതൽ. അതായത് ഇപ്പോൾ എയും ബിയും രണ്ടെണ്ണം തമ്മിൽ മിക്സ് ചെയ്യുവാണെങ്കിൽ AB ഇൻട്രാക്ഷൻ വളരെ കുറവായിരിക്കും, AA വളരെ കുറവെന്നല്ല കുറവായിരിക്കും, AA ഇൻട്രാക്ഷനും BB ഇൻട്രാക്ഷനും ആയിരിക്കും കൂടുതൽ. അപ്പം ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ. ഈ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയാൻ കാര്യം എന്നാണെന്നറിയാമോ? ഇപ്പം നമ്മുടെ എഥനോളും വാട്ടറും തമ്മിൽ വലിയ അട്രാക്ഷൻ ഒന്നും ഇല്ല, ഡിസോൾവ് ആകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരെ പോലെ വലിയ അട്രാക്ഷൻ ഒന്നും ഇല്ല എങ്കിൽ അവർ തമ്മിൽ അത്ര അടുത്ത് വരുമോ? ഇല്ല. അപ്പം ഉറപ്പായിട്ടും നമ്മൾ ഈഥൈൽ ആൽക്കഹോളും അതായത് എഥനോളും വാട്ടറോടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ വോളിയം കൂടും. അപ്പം 5 ലിറ്റർ എഥനോളും 5 ലിറ്റർ വാട്ടറോടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇച്ചിരി എമൗണ്ട് കൂടുതൽ വോളിയം ആയിരിക്കും കിട്ടുന്നത്. കാരണം അത് തമ്മിൽ ഒരു അത്ര അട്രാക്ഷൻ ഇല്ല, ചെറിയ റിപ്പൾഷൻ പോലെ. അപ്പോൾ ഇച്ചിരി അകന്നിരിക്കും, റിപ്പൾഷൻ എന്നല്ല ഇച്ചിരി അകന്നിരിക്കും മോളിക്യൂൾസൊക്കെ തമ്മിൽ. അന്നേരം നമുക്ക് വോളിയം കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ ΔH മിക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. കാരണം പുറത്തെ ഹീറ്റ് അബ്സോർവ് ചെയ്യുക ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തണുക്കും സിസ്റ്റം മൊത്തത്തിൽ. അതുപോലെ തന്നെ വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും. വേപ്പർ പ്രഷർ കൂടുതലാണെന്ന് പറയാൻ കാര്യം ഇതിൽ എഥനോളും വാട്ടറോടെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് മാക്സിമം അകന്ന് അതിനൊരു എസ്കേപ്പിംഗ് ടെൻഡൻസി ഉണ്ട്. അപ്പോൾ കൂടുതൽ വേപ്പേഴ്സ് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ആ സൊല്യൂഷൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി വരും. അങ്ങനെ ഇപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റൗൾസോയുടെ വേപ്പർ പ്രഷർ ഇപ്പോൾ P0A × XA എന്നുള്ളതല്ലേ, ആ ഒരു വേപ്പർ പ്രഷറിനേക്കാളും വളരെ കൂടുതലായിരിക്കും ഒറിജിനൽ വേപ്പർ പ്രഷർ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ അത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കും. അപ്പോൾ വേപ്പർ പ്രഷർ മൊത്തത്തിൽ കൂടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ അതായത് ഇപ്പം വേപ്പർ പ്രഷർ 0.8 അപ്പം 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്, 1 atm ആണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ആ 0.8 നിന്ന് 1 എത്തിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഹീറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ടെമ്പറേച്ചർ ഇത് കുറച്ച് കൊടുത്താൽ മതി. അപ്പം ബോയിലിംഗ് പോയിൻറ്റ് കുറവാണെന്ന് അർത്ഥം. മനസ്സിലായല്ലോ? അപ്പം വേപ്പർ പ്രഷർ കൂടുതലാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ബോയിലിംഗ് പോയിൻ്റ് ആകാൻ വേണ്ടി അതായത് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ വേപ്പർ പ്രഷർ ആകുന്നിടം വരെ നമ്മൾ ഹീറ്റ് ചെയ്യണമല്ലോ. ആ ഹീറ്റ് എമൗണ്ട് കൊടുക്കേണ്ടത് കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിൻ്റ് കുറവായിരിക്കും. അതുകൊണ്ട് നമ്മളിതിനെ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്നൊരു പേരിട്ട് വിളിക്കും. അതിന് എക്സാമ്പിളാണ് ഈഥൈൽ ആൽക്കഹോൾ വാട്ടർ, എഥനോൾ ബെൻസീന്, അതുപോലെ തന്നെ മെഥനോളും കാർബൺ ഡൈസൾഫൈഡും. ഓക്കെ.